കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനവും പ്രസിദ്ധവുമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. കുംഭമാസത്തിലെ ഭരണി ദിവസം കൊടി കയറുന്നതോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു. വടക്കേ നടക്കലും കിഴക്കേ നടക്കലുമുള്ള ആനപ്പന്തലുകളുടെ 4 അതിരുകളിലും കയറുകെട്ടി കൊടിക്കൂറകൾ അരങ്ങുപോലെ തൂക്കുകയും ക്ഷേത്ര പരിസരത്തുള്ള ആൽവൃക്ഷങ്ങളിൽ കൊടിക്കൂറകൾ കെട്ടിത്തൂക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൊടികയറൽ കഴിഞ്ഞു. മീനമാസത്തിലെ തിരുവോണ നാൾ മുതൽ അശ്വതി നാൾ വരെ 7 ദിവസങ്ങളിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. ദാരിക നിഗ്രഹത്തിന് ശേഷം കോപം ശമിക്കാത്ത ഭഗവതിയെ ശാന്തയാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ഭഗവത് സ്തുതികളും ബലിയുമായി നൃത്തമാടിയെന്നും അപ്പോൾ കോപം ശമിച്ച് ഭഗവതി സന്തുഷ്ടയായെന്നുമാണ് കഥ. ആ സംഭവത്തിൻ്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ ഭാഗമായി ഭക്തർ മുളന്തണ്ടിൽ താളമിട്ട് ഭഗവതി സ്തുതികൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് 3 വലം വെച്ച് ചെമ്പോല തകിടിൽ അടിക്കുകയും ചെയ്യുന്നു. ചെമ്പട്ടെടുത്ത വാളും ചിലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നു. അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവമെന്നാണ് ഭരണി വിശേഷിക്കപ്പെടുന്നത്. പല പ്രദേശങ്ങളിൽ നിന്ന് സംഘം ചേർന്നാണ് ഭക്തർ ഇവിടെ എത്തുന്നത്. ഇവരിൽ പലരുടെയും കുടുംബക്ഷേത്രങ്ങളിലും വീടിൻ്റെ മച്ചകത്തും പൂജാമുറിയിലും മറ്റും ഭഗവതിയെ കുടിയിരുത്തിയിട്ടുണ്ട്. പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് ഇവിടേക്ക് വരുന്നത്. ഭരണിപ്പാട്ട് എന്ന് സാധാരണ അറിയപ്പെടുന്ന അശ്ലീല പാട്ടുകൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുമ്പോൾ വഴിനീളെ തെറിപ്പാട്ടുകൾ പാടിയില്ലെങ്കിൽ ഇവരുടെ വഴിപാടുകൾക്ക് വിചാരിച്ച ഫലം ഉണ്ടാകില്ലെന്ന് വിശ്വസിച്ചു പോരുന്നു. അശ്വതി നാളിൽ 12 മണിയോടുകൂടി വടക്കേ നട അടച്ചു കഴിഞ്ഞാൽ 7 ദിവസങ്ങൾക്ക് ശേഷമേ നട തുറക്കുകയുള്ളൂ.